ഡിയർ ഓൾ, ഈ സെഗ്മെൻറ്റിൽ സെൽഫ് ഇൻവേർട്ടിബിൾ നമ്പേഴ്സിനെ കുറിച്ച് നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യം ഇൻവേർട്ടിബിലിറ്റിയുടെ കോൺസെപ്റ്റ് നമുക്കൊന്ന് റീകോൾ ചെയ്തുകൊണ്ട് തുടങ്ങാം. Let's see the definition of invertibility of an integer in modulo m. An integer a is said to be invertible in modulo m if the linear congruence ax congruent to 1 modulo m has a unique solution. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? എ എന്ന് പറയുന്ന ഇൻറ്റിജർ മോഡുലോ എമ്മിൽ ഇൻവേർട്ടിബിൾ ആണ് എന്ന് പറയണമെങ്കിൽ എയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വണ്ണിനോട് കോൺഗ്രുവൻ്റ് ആവുന്ന രീതിയിൽ ഒരു ഇൻറ്റിജർ, ഒരേ ഒരു ഇൻറ്റിജർ, യുണീക്ക് ഇൻറ്റിജർ നമുക്ക് കണ്ടെത്താൻ പറ്റണം. യുണീക്ക് സൊല്യൂഷൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, കോൺഗ്രുവൻസിന് യുണീക്ക് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ വി മീൻ ഇൻകോൺഗ്രുവൻ്റ് സൊല്യൂഷൻസ്. ഓക്കെ, അപ്പോൾ എ എക്സ് കോൺഗ്രുവൻ്റ് 1 മോഡുലോ എമ്മിൻ്റെ യുണീക്ക് സൊല്യൂഷനായിട്ട് വരികയാണെങ്കിൽ അങ്ങനെയുള്ള യുണീക്ക് സൊല്യൂഷൻ ആണ് എയുടെ ഇൻവേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. സോ ഈ എ എക്സ് കോൺഗ്രുവൻ്റ് 1 മോഡുലോ എമ്മിന് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഒരു സൊല്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ സൊല്യൂഷനെയാണ് എയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അതിനെ എ ഇൻവേഴ്സ് എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യാറുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ സെഗ്മെൻറ്റിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി മോഡുലോ ഇൻറ്റിജർ ഒരു പ്രൈം ഇൻറ്റിജർ ആണെങ്കിൽ, അതായത് പ്രൈം മോഡുലോയിലാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സൗകര്യങ്ങളുണ്ട്. എല്ലാ ഇൻറ്റിജേഴ്സും, അതായത് എല്ലാ ലീസ്റ്റ് റെസിഡ്യൂസും മോഡുലോ പിയിൽ പോസിറ്റീവ് ലീസ്റ്റ് റെസിഡ്യൂസ് എല്ലാം ഇൻവേർട്ടിബിൾ ആണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതാണ് ഈ റിസൾട്ടിൽ പറയുന്നത്. ഇഫ് പി ഈസ് പ്രൈം ദെൻ ദ ഇൻറ്റിജേഴ്സ് 1, 2, 3 etc. ടു പി മൈനസ് 1 ദേ ആർ നത്തിങ് ബട്ട് പോസിറ്റീവ് ലീസ്റ്റ് റെസിഡ്യൂസ് മോഡുലോ പി ആർ ഓൾ ഇൻവേർട്ടിബിൾ ഇൻ മോഡുലോ പി. ഓക്കെ, അപ്പോൾ പി എന്ന് പറയുന്നത് പ്രൈം ഇൻറ്റിജർ ആണെങ്കിൽ 1, 2, 3 etc. പി മൈനസ് 1 ഈ ഇൻറ്റിജേഴ്സ് എല്ലാം ഇൻവേർട്ടിബിൾ ആയിരിക്കും. സി ഫോർ എക്സാമ്പിൾ മോഡുലോ 5ൽ 1, 2, 3, 4 ഈ 4 ഇൻറ്റിജേഴ്സിനും ഇൻവേഴ്സ് ഉണ്ട്, എല്ലാവരും ഇൻവേർട്ടിബിൾ ആണ്. മോഡുലോ 7ൽ 1, 2, 3, 4, 5, 6 ഈ 6 ഇൻറ്റിജേഴ്സും ഇൻവേർട്ടിബിൾ ആണ്, എല്ലാവർക്കും ഇൻവേഴ്സ് ഉണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാം. നമുക്കതിൻ്റെ പ്രൂഫ് നോക്കാം. അപ്പോൾ നമുക്ക് ആ റിസൾട്ടിൻ്റെ പ്രൂഫ് നോക്കാം. സി ഫോർ ദ പ്രൂഫ് we have that a is invertible in modulo m in modulo p. നമുക്കിവിടെ p തന്നെ എഴുതാം. മോഡുലോ p എപ്പോഴാണ് മോഡുലോ പിയിൽ a ഇൻവേർട്ടിബിൾ ആവുന്നത്? ഇഫ് ആൻഡ് ഓൺലി ഇഫ് ax congruent to 1 mod p has a unique solution. അല്ലേ, ദിസ് ഇസ് ദ ഡെഫിനിഷൻ, has a unique solution. ഇനി എപ്പോഴാണ് ഇതിന് യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവുന്നത്? യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവുന്നത് എയുടെയും പിയുടെയും ജി സി ഡി 1 ആകുമ്പോഴാണ്. കാരണം 1 കൊണ്ട് മാത്രമേ ഈ റൈറ്റ് സൈഡിലുള്ള കോൺസ്റ്റൻറ്റ് 1നെ ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. സോ ദിസ് ഇസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ജി സി ഡി ഓഫ് എ കോമ പി ഈസ് 1. ഓക്കെ, that means that a and p are relatively prime, right? A and p are relatively prime. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാവുന്നത്, മോഡുലോ പിയിൽ പി എന്ന് പറയുന്നത് ഏത് ഇൻറ്റിജറും ആവാട്ടോ, പ്രൈം ആവണമെന്ന് നിർബന്ധമില്ല. ഏത് മോഡുലോ ആണെങ്കിലും ഒരു ഇൻറ്റിജർ ആ മോഡുലോ പിയിൽ ഇൻവേർട്ടിബിൾ ആവുന്നത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ആൻഡ് പി ആർ റിലേറ്റീവ്ലി പ്രൈം. ദാറ്റ് ഈസ് ദ ഇൻറ്റിജർ ഈസ് റിലേറ്റീവ്ലി പ്രൈം ടു ദ മോഡുലോ ഇൻറ്റിജർ ആണെങ്കിൽ മാത്രമേ എക്ക് ഇൻവേഴ്സ് ഉണ്ടാവൂ. ഇവിടെ നമുക്ക് പി എന്ന് പറയുന്നത് പ്രൈമാണ് തന്നിട്ടുണ്ട്. സിൻസ് പി ഈസ് പ്രൈം, what about the numbers 1 through p minus 1? The integers 1, 2, 3 etc. p minus 1 are all relatively prime to p. Okay, are all relatively prime to p. കാരണം അവർക്ക് കോമൺ ഡിവൈസേഴ്സ് ഒന്നും ഉണ്ടാവില്ല. 1 മുതൽ p മൈനസ് 1 വരെയുള്ള ഇൻറ്റിജേഴ്സും പിയും തമ്മിലുള്ള ജി സി ഡി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും 1 ആയിരിക്കും. ബിക്കോസ് പി ഇസ് എ പ്രൈം ഇൻറ്റിജർ. ഏതൊരു പ്രൈം ഇൻറ്റിജറിനേക്കാളും താഴെയുള്ള ഇൻറ്റിജേഴ്സ് എല്ലാം പിയോട് റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. സിൻസ് പി ഇസ് പ്രൈം, ദ ഇൻറ്റിജേഴ്സ് 1, 2, 3 etc. p minus 1 are all relatively prime to p. Therefore all these are invertible in modulo p. Therefore all the integers 1, 2, 3 etc. p minus 1 are invertible in modulo p if p is prime, right? if p is prime. ഇപ്പോൾ p പ്രൈം ആണെങ്കിൽ പിയേക്കാളും താഴെയുള്ള എല്ലാ ഇൻറ്റിജേഴ്സും 1 മുതൽ എല്ലാ പോസിറ്റീവ് ഇൻറ്റിജേഴ്സും
പിയിൽ ഇൻവേർട്ടിബിൾ ആയിരിക്കും. ഈ പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ പ്രത്യേകത 1 2 3 എക്സെട്ര p-1 എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല മോഡുലോ പിയിലെ ലീസ്റ്റ് റെസിഡ്യൂസ് ആണ്, പോസിറ്റീവ് ലീസ്റ്റ് റെസിഡ്യൂസ് ആണ്. അപ്പോൾ മോഡുലോ പിയിൽ എല്ലാ പോസിറ്റീവ് ലീസ്റ്റ് റെസിഡ്യൂസിനും ഇൻവേഴ്സുകളുണ്ട്, എല്ലാവരും ഇൻവേർട്ടിബിൾ ആണ്. പക്ഷേ പ്രൈം ഇൻറ്റിജർ അല്ല മോഡുലോ ഇൻറ്റിജർ എങ്കിൽ ഇത് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ലെറ്റ്സ് സീ ദാറ്റ്. ലെറ്റ്സ് സീ സം എക്സാമ്പിൾസ്. മോഡുലോ 3യിലെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം മോഡുലോ 3യിലെ ലീസ്റ്റ് റെസിഡ്യൂസ് എന്ന് പറയുന്നത് 0 1 2 ആണ്. അതിലെ പോസിറ്റീവ് റെസിഡ്യൂസ് 1 2. അത് മാത്രം പരിഗണിച്ചാൽ മതി മൾട്ടിപ്ലിക്കേഷന്. ഇൻവേർട്ടിബിലിറ്റി നമുക്ക് ചെക്ക് ചെയ്യാൻ 0ക്ക് എന്തായാലും ഇൻവേഴ്സ് ഇല്ല, കാരണം 0 കൊണ്ട് ആര് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും 0യുടെ തന്നെയാണ് കോൺഗ്രുവൻ്റ് ആയിട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ 0ക്ക് ഒരു മോഡുലോയിലും ഇൻവേഴ്സ് ഉണ്ടാവില്ല. ഇൻവേഴ്സ് 0 അല്ലാത്ത ഇൻറ്റിജേഴ്സിന് മാത്രമേ ഉണ്ടാവൂ. സോ പോസിറ്റീവ് ലീസ്റ്റ് റെസിഡ്യൂസ് മാത്രമേ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ പരിഗണിക്കേണ്ടതുള്ളൂ. സോ മോഡുലോ 3യിലെ 1 2 ഈ രണ്ട് ഇൻറ്റിജേഴ്സാണ് പോസിറ്റീവ് ലീസ്റ്റ് റെസിഡ്യൂസ്. അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നോക്കൂ. 1 × 1 1, 1 × 2 2, 2 × 2 2 × 1 2, 2 × 2 4 4. പക്ഷേ മോഡുലോ 3യിൽ 1നോട് കോൺഗ്രുവൻ്റ് ആണ്. അപ്പോൾ ഈ ടേബിളിൽ നമുക്ക് വ്യക്തമാവുന്നുണ്ട് 1 × 1 1 ആയതുകൊണ്ട് തന്നെ 1ൻ്റെ ഇൻവേഴ്സ് 1 തന്നെയാണ്. സോ 1 ഇൻവേഴ്സ് ഈക്വൽ ടു 1. സോ 1 ഈസ് ഇൻവേർട്ടിബിൾ വിത്ത് ഇൻവേഴ്സ് ഇറ്റ് സെൽഫ്. ഓക്കെ, ഇൻ മോഡുലോ 3. 2ൻ്റെ ഇൻവേഴ്സ് ഏതാണ്? 2 × 2 1 ആണ്. സോ 2 ഇൻവേഴ്സ് ഈസ് 1 ഇൻ മോഡുലോ 3. രണ്ടും മോഡുലോ 3യിൽ. ഓക്കെ, സോ മോഡുലോ 3യിലെ രണ്ട് പോസിറ്റീവ് റെസിഡ്യൂസും ലീസ്റ്റ് പോസിറ്റീവ് റെസിഡ്യൂസും ഇൻവേർട്ടിബിൾ ആണ്. അവരുടെ ഇൻവേഴ്സ് അത് തന്നെയാണ്. ഒരു കാര്യം ഓർക്കുക, ഏതൊരു മോഡുലോയിലും 1 എന്ന് പറയുന്ന ഇൻറ്റിജർ ഇൻവേർട്ടിബിൾ ആയിരിക്കും, അതിൻ്റെ ഇൻവേഴ്സ് അത് തന്നെയായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് മോഡുലോ 4 എന്ന് നോക്കാം. സോ ടേബിൾ ഫോർ മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ 4. The positive least residues in modulo 4 are 1 2 3. Okay, so completing the multiplication table, 1 × 1 1, 1 × 2 2, 1 × 3 3, 2 × 1 2, 2 × 2 4, but 4 is 0 in modulo 4. 2 × 3 6, 6 is 2 in modulo 4. 3 × 1 3, 3 × 2 6, 6 is 2 in modulo 4. 3 × 3 9, 9 is 1 in modulo 4. അപ്പോൾ ഈ ടേബിൾ നോക്കുമ്പോൾ നോക്കൂ, 1 ഇൻവേർട്ടിബിൾ ആണ്, നമുക്കറിയാം 1 ഇൻവേഴ്സ് 1 തന്നെയാണ്. 2 ഇൻവേർട്ടിബിൾ ആണോ? അല്ല, കാരണം 2 കൊണ്ട് ആരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും 1നോട് കോൺഗ്രുവൻ്റ് ആയിട്ട് വരുന്നില്ല. സോ 2 ഈസ് നോട്ട് ഇൻവേർട്ടിബിൾ. അതിൽ അതിശയമൊന്നുമില്ല, കാരണം 2 എന്ന് പറയുന്നത് 4നോട് റിലേറ്റീവ്ലി പ്രൈം അല്ല. റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ മാത്രമേ അതിന് ഇൻവേഴ്സ് ഉണ്ടാവുകയുള്ളൂ. സോ 2 4 GCD is 2. So 2 is not relatively prime to 4. So 2 inverse does not exist in modulo 4. Okay, what about 3? 3 inverse exists because 3 into 3 is 1. So 3 inverse is 3. 3യുടെ ഇൻവേഴ്സ് 3 തന്നെയാണ് in modulo 4. In modulo 4. Okay, in modulo 4. 2 has no inverse. 2 has no inverse. 2 has no inverse. 2 has no inverse in modulo 4. In modulo 4. Okay. ഇനി നമുക്ക് മോഡുലോ 5 നോക്കാം. മോഡുലോ 5. സോ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഫോർ മോഡുലോ 5. മോഡുലോ 5ലെ പോസിറ്റീവ് ലീസ്റ്റ് റെസിഡ്യൂസ് 1 2 3 4 ആണ്. ഓക്കെ, 1 2 3 4. C5 എന്ന് പറയുന്നത് ഒരു പ്രൈമാണ്. നമ്മൾ ഓൾറെഡി ഒബ്സർവ് ചെയ്തു, പ്രൈം മോഡുലോയിലാണെങ്കിൽ അതിൻ്റെ എല്ലാ പോസിറ്റീവ് ലീസ്റ്റ് റെസിഡ്യൂസും ഇൻവേർട്ടിബിൾ ആയിരിക്കും. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മോഡുലോ 5 മോഡുലോ 3യിൽ നമ്മൾ കണ്ടു 1ഉം 2ഉം ഇൻവേർട്ടിബിൾ ആണ്. മോഡുലോ 5ൽ 1 2 3 4 ഈ 4 പേരും ഇൻവേർട്ടിബിൾ ആയിട്ട് നമുക്ക് കിട്ടും. നമുക്ക് നോക്കാം. സോ 1ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ റോ 1 2 3 4 തന്നെയാണ്. 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ റോ 2 × 2 2 × 1 2, 2 × 2 4, 2 × 3 6, 6 പക്ഷേ മോഡുലോ 5ൽ 1 ആണ്. 2 × 4 8, 8 മോഡുലോ 5ൽ 3 ആണ്. 3 × 1 3, 3 × 2 6, 6 is 1 in modulo 5. 3 × 3 9, 9 is 4 in modulo 5. 3 × 4 12, 12 is 2 in modulo 5. 4 × 1 4, 4 × 2 8, 8 is 3 in modulo 5. 4 × 3 12, 12 is 2 in modulo 5. 4 × 4 16, 16 is 1 in modulo 5. അപ്പോൾ ഈ ടേബിൾ നോക്കൂ. ഈ ടേബിൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 1 ഇൻവേഴ്സ് 1 തന്നെയാണ്. 2ന് ഇൻവേഴ്സ് ഉണ്ടോ? ഉണ്ട്. നോക്കൂ, 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ റോയിൽ 1 കാണുന്നുണ്ട്. 2 × 3 ആണ് 1. ഓക്കെ, സോ 2 × 3 1 ആയതുകൊണ്ട് 2ൻ്റെ ഇൻവേഴ്സ് 3 ആണെന്ന് പറയാം. അപ്പോൾ 3യുടെ ഇൻവേഴ്സ് 2 ആയിട്ടും കിട്ടും. നോക്കൂ, 3 × 2 1 അല്ലേ. സോ 3യുടെ ഇൻവേഴ്സ് 2 ആണ്. ഓക്കെ, 3 ഇൻവേഴ്സ് ഈസ് 2. വാട്ട് അബൌട്ട് 4? 4 ഇൻവേഴ്സ് ഈസ് 4 ബിക്കോസ് 4 × 4 ഈസ് 1. സോ 4 ഇൻവേഴ്സ് ഈസ് 4. ഓക്കെ, അപ്പോൾ മോഡുലോ 5ൽ 1 2 3 4 ഈ 4 ഇൻറ്റിജേഴ്സും ഇൻവേർട്ടിബിൾ ആണ്. അവരുടെ ഇൻവേഴ്സുകളാണ്
ഈ എഴുതിയിരിക്കുന്നത്. സോ ഓൾ ദീസ് ആർ ട്രൂ ഇൻ മോഡുലോ 5. ഓക്കെ, ഇനി നമുക്ക് മോഡുലോ 8 ഒന്ന് എഴുതി നോക്കാം. മോഡുലോ 6 ഞാൻ ലീവ് ചെയ്യുന്നു. മോഡുലോ 6ഉം 7 ഒക്കെ നിങ്ങൾ എഴുതി നോക്കാം. മോഡുലോ 8ഉം കൂടെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ 8 അതിൻ്റെ ടേബിൾ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കാം. മോഡുലോ 8ന് നമുക്കറിയാം പോസിറ്റീവ് റെസിഡ്യൂസ്, ലീസ്റ്റ് പോസിറ്റീവ് റെസിഡ്യൂസ് 1 2 3 4 5 6 7. ഓക്കെ, 1 2 3 4 5 6 7. ഓക്കെ, നമുക്ക് ഈ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്യാം. 1 2 3 4 5 6 7. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 2 into 2 4, 2 into 3 6, 2 into 4 8. 8 പക്ഷേ മോഡുലോ 8ൽ 0. 2 into 5 10, 10 2 ആണ് മോഡുലോ 8ൽ. 2 into 6 12, 12 മോഡുലോ 8ൽ 4 ആണ്. 2 into 7 14, 14 is 6 in മോഡുലോ 8. 3 3 into 2 6, 3 into 3 9, 9 പക്ഷേ മോഡുലോ 8ൽ 1 ആണ്. 3 into 4 12, 12 is 4 in മോഡുലോ 8. 3 into 5 15, 15 is 7 in modulo 8. 3 into 6 12, 12 is 4 in modulo 8. 3 into 7 21, 21 is 5 in modulo 8. 4 into 1 4, 4 into 2 8, 8 is 0 in modulo 8. 4 into 3 12, 12 is 4 in modulo 8. 4 into 4 16, 16 is 0 in modulo 8. 4 into 5 20, 20 is 4 in modulo 8. 4 into 6 24, 24 is 0 in modulo 8. 4 into 7 28, 28 is 2, 28 is 4. Okay, 28 is 4 in modulo 8. Okay, next 5 into 1 5, 5 into 2 10, 10 is 2 in modulo 8. 5 into 3 15 is 7 in modulo 8. 20, 5 into 4 20, 20 is 4 in modulo 8. 5 into 5 25, 25 is 1 in modulo 8. 5 into 6 30, 30 is 6 in modulo 8. 5 into 7 35, 35 is 3 in modulo 8. 6 into 1 6, 6 into 2 12, 12 is 4 in modulo 8. 6 into 3 18, 18 is 2 in modulo 8. 6 into 4 24, 24 is 0 in modulo 8. 6 into 5 30, 30 is 6 in modulo 8. 6 into 6 36, 36 is 4 in modulo 8. 6 into 7 42, 42 is 2 in modulo 8. And 7, 7 into 1 7, 7 into 2 14, 14 is 6 in modulo 8. 7 into 3 21, 21 is 5 in modulo 8. 7 into 4 28, 28 is 4 in modulo 8. 7 into 5 35, 35 is 3 in modulo 8. 7 into 6 42, 42 is 2 in modulo 8. 7 into 7 49, 49 is 1 in modulo 8. So this is a multiplication table for modulo 8, multiplication modulo 8. See, look at the table. We see that 1 inverse is 1. Okay, 1 inverse is 1. 2 inverse ഉണ്ടോ? ഇല്ല, 2 inverse ഉണ്ടാവില്ല, കാരണം 2 8നോട് റിലേറ്റീവ്ലി പ്രൈം അല്ല. സോ 2 has no inverse. 3 is relatively prime to 8. So 3 inverse exists. What is 3 inverse? 3 inverse is 3 because 3 into 3 is 1. Okay, so 3 inverse is 3. 4 inverse ഉണ്ടാവില്ല because 4 is not relatively prime to 8 because GCD of 4 and 8 is 2. So 4 has no inverse. 4ൻ്റെ multiplication റോയിൽ 1നെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. 5ൻ്റെ inverse ഉണ്ട് because 5 is relatively prime to 8. So 5 into 5 is 1. So 5 inverse is 5. Okay, 6ന് multiplicative inverse ഉണ്ടാവില്ല in modulo 8 because 6 and 8 are not relatively prime. So 6 has no inverse. 7 has inverse. 7 has inverse 7 itself. So 7 inverse is 7 in modulo 8. അപ്പോൾ ഈ 4 ഇൻഡിജേഴ്സിനാണ് മോഡുലോ 8ൽ ഇൻവേഴ്സ് വരുന്നത്, ബാക്കിയുള്ളവർക്ക് ഇൻവേഴ്സുകളില്ല. മാത്രമല്ല ഈ 4 ഇൻഡിജേഴ്സിൻ്റെയും പ്രത്യേകത അവരുടെ ഇൻവേഴ്സ് അത് തന്നെയാണ്. 1ൻ്റെ ഇൻവേഴ്സ് 1 ആണ്, 3യുടെ ഇൻവേഴ്സ് 3 തന്നെയാണ്, 5ൻ്റെ ഇൻവേഴ്സ് 5 തന്നെയാണ്, 7ൻ്റെ ഇൻവേഴ്സ് 7 തന്നെയാണ്. ഈ കോൺസെപ്റ്റിനെയാണ് നമ്മൾ സെൽഫ് ഇൻവേർട്ടിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മോഡുലോ 8ന് നമുക്ക് പറയാം 1 3 5 7 ഈ 4 പേരും സെൽഫ് ഇൻവേർട്ടിബിൾ ആണ് എന്ന് പറയാം. ഏത് മോഡുലോയിലും 1 സെൽഫ് ഇൻവേർട്ടിബിൾ ആണ്. 1ൻ്റെ ഇൻവേഴ്സ് ഏത് മോഡുലോയിലും 1 തന്നെയാണ്. ഓക്കെ, now see the definition of self-invertibility. An integer a is said to be self-invertible in modulo m if a inverse is congruent to a modulo m. Okay, modulo mൽ എയുടെ ഇൻവേഴ്സ് ഏ തന്നെയാണെങ്കിൽ ആ ഇൻറ്റിജറിനെ നമ്മൾ സെൽഫ് ഇൻവേർട്ടിബിൾ ആണ് എന്ന് വിളിക്കും. ഇൻവേഴ്സ് അത് തന്നെ വരിക. നമ്മൾ അപ്പോൾ ഏതൊരു മോഡുലോയിലും 1 സെൽഫ് ഇൻവേർട്ടിബിൾ ആണ് എന്ന് നമ്മൾ കണ്ടു. പിന്നെ മോഡുലോ 8ൽ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് കണ്ടു, മോഡുലോ 8ൽ 1 3 5 7
ഇവരെല്ലാവരും സെൽഫ് ഇൻവേർട്ടിബിൾ ആണ്. ഓക്കെ, ഈ കണ്ടീഷൻ എ ഇൻവേഴ്സ് കോൺഗ്രുവൻറ്റ് ടു എ മോഡുലോ എം, ദാറ്റ് ഈസ് ദ റിക്വയർമെൻറ്റ് ഫോർ സെൽഫ് ഇൻവേർട്ടിബിലിറ്റി. ഇതിനെ നമുക്കൊന്ന് മോഡിഫൈ ചെയ്ത് ഇക്വലൻ്റ് ആയിട്ട് മറ്റു രീതിയിൽ പറയാം. See the equivalent condition for self-invertibility. An integer a is self-invertible in modulo m if and only if a square is congruent to 1 modulo m. modulo m ൽ ഒരു ഇൻറ്റിജർ സെൽഫ് ഇൻവേർട്ടിബിൾ ആവുന്നത് അതിൻ്റെ സ്ക്വയർ 1നോട് കോൺഗ്രുവൻ്റ് ആകുമ്പോഴാണ്. അപ്പോൾ ഒരു ഇൻറ്റിജർ സെൽഫ് ഇൻവേർട്ടിബിൾ ആണോ എന്ന് നോക്കാൻ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ സ്ക്വയർ നോക്കിയാൽ മതി. സ്ക്വയർ 1നോട് കോൺഗ്രുവൻ്റ് ആണെങ്കിൽ സെൽഫ് ഇൻവേർട്ടിബിൾ ആണ് എന്ന് പറയാം, അല്ലെങ്കിൽ സെൽഫ് ഇൻവേർട്ടിബിൾ അല്ല. ഇനി ഇൻവേർട്ടിബിലിറ്റി ഉണ്ടാകുമ്പോൾ മാത്രമേ സെൽഫ് ഇൻവേർട്ടിബിലിറ്റിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. ഇൻവേർട്ടിബിലിറ്റി എപ്പോഴാണ് സംഭവിക്കുന്നത് എന്ന് നമുക്കറിയാം. എയും എമ്മും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ മാത്രമേ ഇൻവേർട്ടിബിൾ ആവുകയുള്ളൂ. ഇനി ഇൻവേർട്ടിബിൾ ആണെങ്കിൽ അത് സെൽഫ് ഇൻവേർട്ടിബിൾ ആണോ എന്ന് നോക്കാൻ ജസ്റ്റ് ലുക്ക് അറ്റ് ദ സ്ക്വയർ ആൻഡ് ചെക്ക് വെദർ ഇറ്റ് ഈസ് കോൺഗ്രുവൻ്റ് ടു 1 ഇൻ മോഡുലോ എം. ഓക്കെ, ഇത് വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ ഡെഫിനിഷനിൽ നിന്ന് തന്നെ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും ഈ കണ്ടീഷൻ. ലെറ്റ്സ് സീ ദാറ്റ്. അപ്പോൾ സെൽഫ് ഇൻവെർട്ടിബിലിറ്റിയുടെ ഇക്വലൻ്റ് കണ്ടീഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാം. എ ഈസ് സെൽഫ് ഇൻവെർട്ടിബിൾ, എ ഈസ് സെൽഫ് ഇൻവെർട്ടിബിൾ, എ ഈസ് സെൽഫ് ഇൻവെർട്ടിബിൾ ഇൻ മോഡുലോ എം, ഇൻ മോഡുലോ എം, in modulo m if and only if A inverse is congruent to A modulo m. This is the definition requirement, okay, defining condition for self invertibility. ബട്ട് അപ്പോൾ എ ഇൻവേഴ്സ് ഉണ്ട് അല്ലേ? എ ഇൻവേഴ്സ് ഏതിനോട് കോൺഗ്രുവൻ്റ് ആയിരിക്കുക? എയോട് തന്നെ കോൺഗ്രുവൻ്റ് ആവുക. അതാണ് സെൽഫ് ഇൻവേർട്ടിബിൾ ആവാനുള്ള ക്രൈറ്റീരിയൻ. അപ്പോൾ എ ഇൻവേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, രണ്ട് സൈഡിലും എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. So this congruent relation can be rewritten by multiplying both sides with a. a കൊണ്ട് രണ്ട് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് എ ഇൻവേഴ്സ് എന്ന് വരും. ഓക്കെ, റൈറ്റ് സൈഡ് എ ഇൻറ്റു എ സ്ക്വയർ എന്ന് വരും, എ സ്ക്വയർ മോഡ് എം. ഓക്കെ, ബൈ മൾട്ടിപ്ലൈയിങ് ബോത്ത് സൈഡ്സ് ബൈ ദ ഇൻറ്റിജർ എ. But a into a inverse is 1 in modulo m. So this can be replaced by 1 congruent to a square modulo m. Okay, modulo m, that is equivalent to saying that a square is congruent to 1 modulo m because congruence relation is symmetric. Okay, so 1 congruent to a square is same as a square is congruent to 1 modulo m. So we have proved that a is self invertible in modulo m if and only if a square is congruent to 1 modulo m. Okay, അടുത്ത റിസൾട്ട് നോക്കൂ. ഇൻ എനി മോഡുലോ എം ദ ഇൻറ്റിജേഴ്സ് 1 ആൻഡ് എം മൈനസ് 1 ആർ സെൽഫ് ഇൻവേർട്ടിബിൾ. ഏത് മോഡുലോയിലും 1ഉം എം മൈനസ് 1ഉം സെൽഫ് ഇൻവേർട്ടിബിൾ ആണ്. 1 സെൽഫ് ഇൻവേർട്ടിബിൾ ആണ് നമ്മൾ കണ്ടു, ബിക്കോസ് 1 ഇൻറ്റു 1 ഈസ് 1 സ്ക്വയർ ഈസ് 1. ഇനി എം മൈനസ് 1 സെൽഫ് ഇൻവേർട്ടിബിൾ ആണെന്ന് കാണിക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ നേരത്തെ റിസൾട്ടിൽ കണ്ടു, ഒരു ഇൻറ്റിജർ സെൽഫ് ഇൻവേർട്ടിബിൾ ആവുന്നത് അതിൻ്റെ സ്ക്വയർ 1നോട് കോൺഗ്രുവൻ്റ് ആകുമ്പോഴാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? 1ഉം എം മൈനസ് 1ഉം സെൽഫ് ഇൻവേർട്ടിബിൾ ആണെന്ന് കാണിക്കാൻ രണ്ടുപേരുടെയും സ്ക്വയർ 1നോട് കോൺഗ്രുവൻ്റ് ആണ് എന്ന് കാണിച്ചാൽ മതി. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് അത് കാണിക്കാൻ പറ്റും. ലെറ്റ്സ് സീ ദാറ്റ്. അപ്പോൾ നമുക്കത് പ്രൂവ് ചെയ്യാം. വി യൂസ് ദ റിസൾട്ട് ദാറ്റ് എ ഈസ് സെൽഫ് ഇൻവേർട്ടിബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ സ്ക്വയർ ഈസ് കോൺഗ്രുവൻ്റ് ടു 1 മോഡുലോ എം. ഓക്കെ, വി യൂസ് ദ റിസൾട്ട് that A is self-invertible in modulo m if and only if A square is congruent to 1 modulo m. Okay, ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. we have 1 square എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും 1 ആണ്. So that is congruent to 1 in any mode, okay, because congruence relation is a reflexive relation. So 1 is congruent to 1 in modulo m. This implies that 1 is self-invertible. 1 is self-invertible in modulo m. Okay, in modulo m. നെക്സ്റ്റ് നമുക്ക് എം മൈനസ് 1ൻ്റെ കാര്യം കൂടെ ചെക്ക് ചെയ്യാം. എന്ത് ചെയ്താൽ മതി? എം മൈനസ് 1ൻ്റെ സ്ക്വയർ ചെക്ക് ചെയ്താൽ മതി. വി ഹാവ് എം മൈനസ് 1 സ്ക്വയർ. വാട്ട് ഈസ് എം മൈനസ് 1 സ്ക്വയർ? എം സ്ക്വയർ മൈനസ് 2m പ്ലസ് 1 അല്ലേ? പക്ഷേ ഇതിൽ എം സ്ക്വയർ എന്ന് പറയുന്നത് എമ്മിൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ മോഡുലോ എമ്മിൽ ഇത് 0 ആയി പോകും, ഈ ആദ്യത്തെ ടേം 0 ആയി പോകും. അതുപോലെ 2m എന്ന് പറയുന്നതും എമ്മിൻ്റെ മൾട്ടിപ്പിളാണ്. സോ മോഡുലോ എമ്മിൽ സെക്കൻഡ് ടേമും 0 ആയി പോകും.
അപ്പോൾ ബാക്കി ആര് മാത്രമേ ഉണ്ടാവുള്ളൂ, 1 മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ദിസ് വിൽ ബി കോൺഗ്രുവൻറ്റ് ടു 0 മൈനസ് 0 പ്ലസ് 1 ഇൻ മോഡുലോ എം. ഓക്കെ, മോഡുലോ എമ്മിൽ ഇത് 1 ആയിട്ട് മാറും. അപ്പോൾ സോ ദിസ് ഇസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ എം. Therefore m minus 1 is self invertible in modulo m. So in any modulo 1 and m minus 1 are always self invertible. അപ്പോൾ ഏത് മോഡുലോ ആണെങ്കിലും 1ഉം m minus 1 സെൽഫ് ഇൻവേർട്ടിബിൾ ആയിരിക്കും. അപ്പോൾ സെൽഫ് ഇൻവേർട്ടിബിൾ ആയിട്ടുള്ള രണ്ട് ഇൻഡിജേഴ്സ് നമുക്ക് എന്തായാലും സ്പോട്ട് ചെയ്യാൻ പറ്റും, ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളവർ ആരൊക്കെയാണെന്ന് ഇനി നോക്കിയാൽ മതി. ഓക്കെ, പക്ഷേ ഈ മോഡുലോ ഇൻഡിജർ പ്രൈം ആണെങ്കിൽ നമുക്ക് ഇവർ മാത്രമേ സെൽഫ് ഇൻവേർട്ടിബിൾ ആയിട്ടുണ്ടാവൂ എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ലെറ്റ്സ് സീ ദാറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ റിസൾട്ട് കാണാം. ഈ റിസൾട്ട് പറയുന്നത് എന്താണ്, ഒരു പ്രൈം ഇൻറ്റിജർ ആണെങ്കിൽ then an integer is self-invertible in modulo p if and only if a is congruent to plus or minus 1 mod p. പ്രൈം മോഡുലോയിൽ സെൽഫ് ഇൻവേർട്ടിബിൾ ആയിട്ടുള്ള ഏതൊരാളും പ്ലസ് ഓർ മൈനസ് 1നോട് കോൺഗ്രുവൻ്റ് ആയിരിക്കും. പ്ലസ് ഓർ മൈനസ് 1നോട് കോൺഗ്രുവൻ്റ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ മോഡുലോ പിയിൽ, പ്രൈം മോഡുലോയിൽ സെൽഫ് ഇൻവേർട്ടിബിൾ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവൂ. വേറെ ആരും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി നോക്കൂ, 1നോട് കോൺഗ്രുവൻ്റ് ആയിട്ടുള്ള ലീസ്റ്റ് റെസിഡ്യൂ എന്ന് പറയുന്നത് 1 തന്നെയാണ്. മൈനസ് 1നോട് കോൺഗ്രുവൻ്റ് ആയിട്ടുള്ള ലീസ്റ്റ് റെസിഡ്യൂ ആരാണ്? അത് മറ്റാരുമല്ല, p മൈനസ് 1 ആണ്. എങ്ങനെയാണ് ഒരു നമ്പറിനോട് കോൺഗ്രുവൻ്റ് ആയിട്ടുള്ള ഇൻഡിജേഴ്സ് മോഡുലോ പിയിൽ കിട്ടുന്നത്? പിയുടെ മൾട്ടിപ്പിൾസ് ആഡ് ചെയ്യുമ്പോഴാണ് അല്ലേ. അപ്പോൾ മൈനസ് 1നോട് കോൺഗ്രുവൻ്റ് ആയിട്ടുള്ള മോഡ് പിയിലുള്ള ഇൻഡിജർ എന്ന് പറയുന്നതാണ് p മൈനസ് 1. മൈനസ് 1 പ്ലസ് p, അത് p മൈനസ് 1 ആണ്. അപ്പോൾ സോ p മൈനസ് 1 ഈസ് ദ ലീസ്റ്റ് പോസിറ്റീവ് റെസിഡ്യൂ കോൺഗ്രുവൻ്റ് ടു നെഗറ്റീവ് 1. അപ്പോൾ ഇവിടെ ഈ റിസൾട്ട് നമ്മളോട് പറയുന്നത് പ്രൈം മോഡുലോയിൽ 1ഉം p മൈനസ് 1ഉം മാത്രമേ സെൽഫ് ഇൻവേർട്ടിബിൾ ആയിട്ടുള്ള പോസിറ്റീവ് റെസിഡ്യൂസും ഉണ്ടാവൂ. നമുക്ക് ഓൾറെഡി നമ്മൾ നേരത്തെ റിസൾട്ടിൽ കണ്ടു, ഏതൊരു മോഡുലോയിലും 1ഉം m മൈനസ് 1ഉം എല്ലായ്പ്പോഴും സെൽഫ് ഇൻവേർട്ടിബിൾ ആണ്. പക്ഷേ പ്രൈം മോഡുലോയിൽ ഇവർ രണ്ടുപേരും മാത്രമേ സെൽഫ് ഇൻവേർട്ടിബിൾ ആയിട്ടുണ്ടാവൂ എന്നുള്ളതാണ് ഈ റിസൾട്ട് പറയുന്നത്. നേരത്തെ നമ്മൾ എക്സാമ്പിൾ നോക്കിയപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മോഡുലോ 8ൽ നമ്മൾ കണ്ടതാണ്, 2ൽ കൂടുതൽ, അവിടെ 4 സെൽഫ് ഇൻവേർട്ടിബിൾ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, 4 സെൽഫ് ഇൻവേർട്ടിബിൾ ആയിട്ടുള്ള ഇൻഡിജേഴ്സ് നമ്മളവിടെ കണ്ടതാണ്. 1, 3, 5, 7 ഈ 4 പേരും അവിടെ മോഡുലോ 8ൽ സെൽഫ് ഇൻവേർട്ടിബിൾ ആണ്. അപ്പോൾ അവിടെ 8 എന്ന് പറയുന്നത് പ്രൈം അല്ല. പക്ഷേ പ്രൈം ഇൻറ്റിജറിൽ ഇത് സംഭവിക്കില്ല എന്നുള്ളതാണ് ഈ റിസൾട്ട് പറയുന്നത്. പ്രൈം മോഡുലോയിൽ 2 സെൽഫ് ഇൻവേർട്ടിബിൾ ആയിട്ടുള്ള ഇൻറ്റിജേഴ്സേ ഉണ്ടാവൂ. അവരാരൊക്കെയാണ്? 1ഉം p മൈനസ് 1ഉം മാത്രം. Okay, let's see the proof of the result. So let's see the proof. We are given that p is prime, so we are in a prime modulo. Okay, നമുക്ക് കാണേണ്ടത് എന്താണ്, ഏതൊക്കെയാണ് സെൽഫ് ഇൻവേർട്ടിബിൾ ആയിട്ടുള്ള ഇൻറ്റിജേഴ്സ് ഇൻ മോഡുലോ പി. സപ്പോസ് a is a self invertible integer in modulo p. Let a be an integer, a be self invertible in modulo p, in mod p. This means what? This means that a square must be congruent to 1 mod p അല്ലേ. സ്ക്വയർ സെൽഫ് ഇൻവേർട്ടിബിൾ ആണെങ്കിൽ, സെൽഫ് ഇൻവേർട്ടിബിൾ ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ 1നോട് കോൺഗ്രുവൻ്റ് ആയിരിക്കണം. പക്ഷേ എ സ്ക്വയർ കോൺഗ്രുവൻ്റ് ടു 1 mod p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? p divides a square minus 1 എന്നാണല്ലോ. ഓക്കെ, by the definition of congruence. So this means that p divides a square minus 1 എന്ന് എനിക്ക് ഫാക്ടറൈസ് ചെയ്യാം. a plus 1 into a minus 1 എന്ന് എഴുതാം. ഓക്കെ, p divides a plus 1 into a minus 1. പക്ഷേ ഇവിടെ നോക്കൂ, a plus 1 into a minus 1 എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റിനെ p ഡിവൈഡ് ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ p പ്രൈം ആണ്. ഒരു പ്രൈം ഒരു പ്രോഡക്റ്റിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഫാക്ടറിനെ p ഡിവൈഡ് ചെയ്തേ പറ്റൂ. അത് പ്രൈം നമ്പേഴ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. സിൻസ് p is prime, p divides a plus 1 into a minus 1 must imply that p divides a plus 1 or p divides a minus 1. This is a must. This is because p is prime. ഓക്കെ, p പ്രൈം ആയതുകൊണ്ട് a plus 1 into a minus 1നെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ a plus 1നെ ഡിവൈഡ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ a minus 1നെ ഡിവൈഡ് ചെയ്തിരിക്കണം. a plus 1നെ p ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം a plus 1
is congruent to 0 mod p, or a minus 1 is congruent to 0 mod p. Okay, a plus 1 congruent to 0 mod p means a is congruent to minus 1 mod p. Okay, or a is congruent to 1 mod p, right? That means a is congruent to plus or minus 1 mod p. Thus we have shown that if a is self-invertible in modulo p, where p is a prime integer, then a must be congruent to plus or minus 1 mod p. ഇനി നമുക്ക് നേരെ തിരിച്ചും കാണിക്കണം അല്ലേ. എ പ്ലസ് ഓർ മൈനസ് 1 മോഡ് പിയോട് കോൺഗ്രുവൻ്റ് ആണെങ്കിൽ എ സെൽഫ് ഇൻവേർട്ടിബിൾ ആണ്. അത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്, എന്നാലും നമുക്കതൊന്ന് കാണിക്കാം. സോ conversely suppose that a is congruent to plus or minus 1 mod p. Okay, now a is congruent to 1 mod p. A is congruent to 1 mod p. Okay, so what about a square? A plus or minus 1 anode congruent anengil what about a square? Then we have what about a square? A square will be congruent to 1 mod p. Plus or minus 1 and square 1 ആണല്ലോ, 1 mod p. Okay, so this implies that a is self-invertible. Self-invertible in mod p. ഇവിടെ പിയുടെ പ്രൈമാലിറ്റിയോ നമ്മൾ ഉപയോഗിച്ചിട്ടേ ഇല്ല. ഇത് ഏത് മോഡുലോയിലും പി പ്രൈം അല്ലെങ്കിലും ഇത് ശരി തന്നെയാണ്. പ്ലസ് ഓർ മൈനസ് 1നോട് കോൺഗ്രുവൻ്റ് ആയിട്ടുള്ള ഏത് ഇൻറ്റിജറും സെൽഫ് ഇൻവേർട്ടിബിൾ ആയിരിക്കും. കാരണം അതിൻ്റെ സ്ക്വയർ 1നോട് കോൺഗ്രുവൻ്റ് ആയിരിക്കും. അത് മോഡുലോ ഇൻറ്റിജർ ഏതാണെങ്കിലും അത് ട്രൂ ആണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടതാണല്ലോ, ഏത് മോഡുലോയിലും 1ഉം പി മൈനസ് 1ഉം അല്ലെങ്കിൽ 1ഉം എം മൈനസ് 1ഉം സെൽഫ് ഇൻവേർട്ടിബിൾ ആണ്. 1നോട് കോൺഗ്രുവൻ്റ് ആവുന്ന ഇൻറ്റിജറാണ് ലീസ്റ്റ് റെസിഡ്യൂ ആണ് 1, മൈനസ് 1നോട് കോൺഗ്രുവൻ്റ് ആവുന്ന ലീസ്റ്റ് റെസിഡ്യൂ പി മൈനസ് 1 ആണ്. അവർ രണ്ടുപേരും എല്ലായ്പ്പോഴും സെൽഫ് ഇൻവേർട്ടിബിൾ ആയിരിക്കും. അത് പി പ്രൈം ആവണം നിർബന്ധമില്ല. ഓക്കെ, പി പ്രൈം ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഇവരല്ലാത്ത വേറെ ആരും സെൽഫ് ഇൻവേർട്ടിബിൾ ആവില്ല എന്നുള്ളതാണ് പി പ്രൈം ആകുമ്പോൾ പ്രൈം മോഡുലോയിൽ സംഭവിക്കുന്ന കാര്യം. ഓക്കെ, സോ വി ഹാവ് പ്രൂവ്ഡ് ദ റിസൾട്ട് ദാറ്റ് if p is prime, then a is self-invertible if and only if a is congruent to plus or minus 1 mod p. Hence the result is proved. Okay, now let's see some remarks to the above results. First remark, if 1 and n minus 1 are the only self-invertible least residues in modulo n, then n need not be a prime integer. ഓക്കെ, നമ്മൾ എക്സാമ്പിളിൽ കണ്ടതാണല്ലോ. ഇപ്പോൾ മോഡുലോ ഫോറിൽ നമുക്കറിയാം 1, 3 ഈ രണ്ട് പേർക്ക് ഇൻവേഴ്സ് ഉള്ളൂ. 2ന് ഇൻവേഴ്സ് ഇല്ല, കാരണം 2 4നോട് റിലേറ്റീവ്ലി പ്രൈം അല്ലാത്തത് കൊണ്ട് 2ന് ഇൻവേഴ്സ് ഇല്ല. മോഡുലോ ഫോറിൽ ലീസ്റ്റ് റെസിഡ്യൂസിൽ 1, 3 എന്ന് പറയുന്ന ഈ രണ്ട് ഇൻറ്റിജേഴ്സിന് മാത്രമേ ഇൻവേഴ്സ് ഉള്ളൂ. ഇവരുടെ രണ്ടുപേരുടെയും ഇൻവേഴ്സ് അവർ തന്നെയാണ്. 1ൻ്റെ ഇൻവേഴ്സ് 1 ആണ്, 3യുടെ ഇൻവേഴ്സ് 3 ആണ്. ഓക്കെ, പക്ഷേ മോഡുലോ ഫോറിൽ ആ 4 എന്ന് പറയുന്ന ഇൻറ്റിജർ പ്രൈം അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് റിസൾട്ട് പ്രകാരം നമുക്ക് അറിയാം ഏതൊരു മോഡുലോ ഇൻറ്റിജറിലും 1ഉം എം മൈനസ് 1ഉം സെൽഫ് ഇൻവേർട്ടിബിൾ ആണ്. ഇനി ആ ഇൻറ്റിജർ പ്രൈം ആണെങ്കിൽ ഉറപ്പിച്ച് നമുക്ക് പറയാം അവർ മാത്രമേ സെൽഫ് ഇൻവേർട്ടിബിൾ ആയിട്ടുണ്ടാവൂ. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ നമുക്ക് മറ്റു രീതിയിൽ ചോദിക്കാം. അതായത് ഒരു മോഡുലോയിൽ 1ഉം എൻ മൈനസ് 1ഉം മാത്രം സെൽഫ് ഇൻവേർട്ടിബിൾ ആണെങ്കിൽ ആ ഇൻറ്റിജർ പ്രൈം ആണെന്ന് പറയാൻ പറ്റുമോ? അതായത് ഈ ക്രൈറ്റീരിയ നമുക്ക് പ്രൈമാലിറ്റിയെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല എന്നാണ് ഉത്തരം. കാരണം 4 പ്രൈം അല്ല. പക്ഷെ 4ന് ഈ പ്രത്യേകതയുണ്ട്. മോഡുലോ 4ൽ ലീസ്റ്റ് പോസിറ്റീവ് റെസിഡ്യൂസിൽ 1ഉം 3യും, അതായത് ഏറ്റവും ചെറിയ പോസിറ്റീവ് റെസിഡ്യൂവും ഏറ്റവും വലിയ പോസിറ്റീവ് ലീസ്റ്റ് റെസിഡ്യൂവും മാത്രമേ എന്തായിട്ട് വരുന്നുള്ളൂ? സെൽഫ് ഇൻവേർട്ടിബിൾ ആയിട്ട് വരുന്നുള്ളൂ. പക്ഷേ 4 എന്ന് പറയുന്നത് പ്രൈം അല്ല. ഇത് തന്നെ നമുക്ക് 6 എന്ന് പറയുന്ന ഇൻറ്റിജറിലും കാണാൻ പറ്റും. 6ലും 1ഉം 5ഉം മാത്രമേ സെൽഫ് ഇൻവേർട്ടിബിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റൂ. പക്ഷേ
അത് 6 എന്ന് പറയുന്നത് പ്രൈം അല്ല. ഓക്കെ, പക്ഷേ പ്രൈം ആണെങ്കിൽ ഇത് ഉറപ്പെന്ന് പറയാം. പക്ഷേ ഈ കണ്ടീഷൻ ഉണ്ടെങ്കിൽ ആ കറസ്പോണ്ടിങ് മോഡുലോ ഇൻറ്റിജർ പ്രൈം ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ വി ഹാവ് ദ കൗണ്ടർ എക്സാമ്പിൾ ടു ദിസ് റിമാർക്ക്. ടു ജസ്റ്റിഫൈ റിമാർക്ക് 1, ലെറ്റ്സ് പ്രൊവൈഡ് സം കൗണ്ടർ എക്സാമ്പിൾസ്. So we can provide counter examples to justify the above remark. We have 1 inverse equal to 1 and 3 inverse equal to 3 in modulo 4. Means 1 and 3 are the only self-invertible positive least residues in modulo 4. നമുക്കറിയാം modulo 4 ലീസ്റ്റ് റെസിഡ്യൂസ് പോസിറ്റീവ് ലീസ്റ്റ് റെസിഡ്യൂസ് എന്ന് പറയുന്നത് 1, 2, 3 ആണ്. ഈ മൂന്നെണ്ണത്തിൽ 2ന് ഇൻവേഴ്സ് ഇല്ല, ബിക്കോസ് 2 is not relatively prime to 4. So 1 and 3 are the only invertible integers and their inverses are itself. So 1 inverse equal to 1 and 3 inverse equal to 3. So 1 and 3 are the only self-invertible positive least residues in modulo 4, but 4 is not a prime. Similar the case for modulo 6 also. Also in modulo 6, the only self-invertible positive least residues are 1 and 5, but 6 is not a prime. Okay. See, one more remark. If n is not a prime integer, then there may be self-invertible integers other than 1 and n minus 1. ശരിയല്ലേ? n പ്രൈം ഇൻറ്റിജർ ആണെങ്കിൽ 1ഉം n മൈനസ് 1 മാത്രമേ സെൽഫ് ഇൻവേർട്ടിബിൾ ആയിട്ടുണ്ടാവൂ. അത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു ആ റിസൾട്ട്. പക്ഷേ പ്രൈം ഇൻറ്റിജർ അല്ലെങ്കിൽ നമുക്കിത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഉള്ളതുമുണ്ട്, ഇല്ലാത്തതുമുണ്ട്. ഇപ്പോൾ മോഡുലോ 4ലാണെങ്കിൽ 1ഉം 3ഉം മാത്രമേ ഉള്ളൂ. അതായത് 1ഉം n മൈനസ് 1 മാത്രമേ അവിടെ സെൽഫ് ഇൻവേർട്ടിബിൾ ആയിട്ട് വരുന്നുള്ളൂ. മോഡുലോ 6ലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. 1ഉം n മൈനസ് 1ഉം അഥവാ 1ഉം 5ഉം മാത്രമേ ഉള്ളൂ. പക്ഷേ മോഡുലോ 8ലേക്ക് വരുമ്പോൾ നമുക്ക് 1ഉം n മൈനസ് 1ഉം അല്ലാത്ത സെൽഫ് ഇൻവേർട്ടിബിൾ ആയിട്ടുള്ള ഇൻറ്റിജേഴ്സിനെ കാണാൻ പറ്റുന്നുണ്ട്. മോഡുലോ 8ൽ നമ്മൾ ഒബ്സർവ് ചെയ്തു, അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതി കണ്ടതാണ്. 1, 3, 5, 7 4 ഇൻറ്റിജേഴ്സ് സെൽഫ് ഇൻവേർട്ടിബിൾ ആണ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ 1ഉം 7ഉം ഓൾറെഡി എന്തായാലും ഏത് മോഡുലോയിലും 1ഉം n മൈനസ് 1ഉം സെൽഫ് ഇൻവേർട്ടിബിൾ ആണ്. അപ്പോൾ അവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള 3ഉം 5ഉം 2 പേര് എക്സ്ട്രാ അവിടെ സെൽഫ് ഇൻവേർട്ടിബിൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ n പ്രൈം ഇൻറ്റിജർ അല്ലെങ്കിൽ നമുക്ക് ഇത് പറയാം, അതായത് സംഭവിക്കാം. അതായത് സെൽഫ് ഇൻവേർട്ടിബിൾ ആയിട്ടുള്ള 2ൽ കൂടുതൽ ഇൻറ്റിജേഴ്സിനെ നമുക്ക് കാണാൻ പറ്റിയേക്കാം. സോ മോഡുലോ 8 ഈസ് ആൻ എക്സാമ്പിൾ ടു ദിസ്. Okay, so in modulo 8, the integers 1, 3, 5, 7 are self-invertible. Here 8 is not a prime integer. So in non-prime modulo, it is possible to have self-invertible integers other than 1 and n minus 1. Okay. Now let's see some problems. First problem നോക്കൂ. Find the self-invertible least residues modulo each prime p. പ്രൈം ഇൻറ്റിജേഴ്സ് തന്നിട്ടുണ്ട്. ആ പ്രൈം മോഡുലോയിൽ സെൽഫ് ഇൻവേർട്ടിബിൾ ആയിട്ടുള്ള ലീസ്റ്റ് റെസിഡ്യൂസ് എഴുതാനാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം പ്രൈം മോഡുലോയിൽ 2 ഇൻറ്റിജേഴ്സ് മാത്രമേ ലീസ്റ്റ് റെസിഡ്യൂസിൽ സെൽഫ് ഇൻവേർട്ടിബിൾ ആയിട്ട് വരുന്നുള്ളൂ. ആരൊക്കെയാണ്? 1ഉം p മൈനസ് 1ഉം. അപ്പോൾ 7, ആദ്യത്തെ ഇൻറ്റിജർ 7 ആണ്. സോ വാട്ട് ആർ ദ സെൽഫ് ഇൻവേർട്ടിബിൾ ലീസ്റ്റ് റെസിഡ്യൂസ്? മോഡുലോ 7 1 and 6, മോഡുലോ 13 1 and 12, മോഡുലോ 19 ആണെങ്കിൽ 1 and 18, മോഡുലോ 23 ആണെങ്കിൽ 1 and 22. വേറെ ആരും ഉണ്ടാവില്ല. പ്രൈം മോഡുലോയിൽ 2 പേര് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സെൽഫ് ഇൻവേർട്ടിബിൾ ആയിട്ടുള്ള ലീസ്റ്റ് റെസിഡ്യൂസ് 2 എണ്ണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ. See the second problem. Solve the congruence x square congruent to 1 modulo m for each modulus m. മോഡുലോ ഇൻറ്റിജേഴ്സ് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഓരോ മോഡുലോയിലും എക്സ് സ്ക്വയർ കോൺഗ്രുവൻറ്റ് 1 മോഡുലോ എം എന്ന് പറയുന്ന ഈ കോൺഗ്രുവൻസ് റിലേഷൻ സോൾവ് ചെയ്യണം. ഈ കോൺഗ്രുവൻസ് റിലേഷൻ എന്താണ് നമ്മളോട് പറയുന്നത്? എക്സ് സ്ക്വയർ കോൺഗ്രുവൻറ്റ് 1 മോഡുലോ എം ആണെങ്കിൽ അങ്ങനെയുള്ള എക്സുകൾ ആരാണ്? അങ്ങനെയുള്ള എക്സുകൾ സെൽഫ് ഇൻവേർട്ടിബിൾ ആയിട്ടുള്ള എക്സുകളാണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ഈ പറയപ്പെട്ട മോഡുലോയിൽ സെൽഫ് ഇൻവേർട്ടിബിൾ ആയിട്ടുള്ള ഇൻറ്റിജേഴ്സ് കണ്ടെത്തിയാൽ മതി. ഓക്കെ. അപ്പോൾ മോഡുലോ 6ൽ ആരൊക്കെയാണ് സെൽഫ് ഇൻവേർട്ടിബിൾ? ഇൻവേർട്ടിബിൾ ആവുന്നത് ആരൊക്കെയാണെന്ന് എങ്ങനെ കാണാം? ജസ്റ്റ് ടേക്ക് ദ സ്ക്വയർ ആൻഡ് ചെക്ക് വെദർ ഇറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 ഇൻ മോഡുലോ എം. അപ്പോൾ 6ൻ്റെ ലീസ്റ്റ് റെസിഡ്യൂസ് കൺസിഡർ ചെയ്താൽ മതിയല്ലോ. 6ലെ ലീസ്റ്റ് റെസിഡ്യൂസ്, പോസിറ്റീവ് ലീസ്റ്റ് റെസിഡ്യൂസ് എന്ന് പറയുന്നത് 1, 2, 3, 4, 5. ഈ 5 പേരുടെ സ്ക്വയർ എടുത്ത് നോക്കുക. സ്ക്വയർ 1 കോൺഗ്രുവൻറ്റ് 1 മോഡുലോ എം വരുന്നത് ആരൊക്കെയാണ്? മോഡുലോ 6ൽ 1നോട് കോൺഗ്രുവൻറ്റ് വരുന്നത് ആരൊക്കെയാണോ അവരെല്ലാവരും സെൽഫ് ഇൻവേർട്ടിബിൾ ആണ്. അവരെല്ലാവരും ഈ കോൺഗ്രുവൻറ്റ് റിലേഷൻ്റെ സൊല്യൂഷനായിട്ട് വരും. അതുപോലെ മോഡുലോ 8ൽ ലീസ്റ്റ് റെസിഡ്യൂസ് 1, 2, 3, 4, 5, 6, 7
അതിലാരൊക്കെയാണ് എക്സ് സ്ക്വയർ കോൺഗ്രൻറ്റ് 1 മോഡുലോ എം സാറ്റിസ്ഫൈ ചെയ്യുന്നത് നോക്കുക. 6ഉം 8ഉം നമ്മൾ ഓൾറെഡി എക്സാമ്പിൾസിലൂടെ കണ്ടതാണ്. ഇനി 12ഉം 15ഉം ഉണ്ട്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം. 12ലാകുമ്പോൾ 1 മുതൽ 11 വരെയുള്ള ഇൻറ്റിജേഴ്സിൽ ഏത് സ്ക്വയർ എടുത്ത് നോക്കുക, സ്ക്വയർ 1നോട് കോൺഗ്രുവൻ്റ് ആവുന്നത് ആരാണ് നോക്കുക. അതുപോലെ 15 1 to 14 വരെയുള്ള ഇൻറ്റിജേഴ്സ് നോക്കി 1നോട് കോൺഗ്രുവൻ്റ് ആയിട്ട് വരുന്നത് ആരാണോ അവർ സെൽഫ് ഇൻവേർട്ടിബിൾ ആണ്. അതിൽ രണ്ടുപേരെന്തായാലും നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും, 1ഉം m-1ഉം. ബാക്കിയുള്ളവരാരെങ്കിലും ഉണ്ടോ എന്നേ നമുക്ക് നോക്കേണ്ടതുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. പ്രോബ്ലം 3. Let A be a solution of the congruence x square congruent to 1 modulo m, then show that m minus a is also a solution. A x square congruent to 1 modulo m എന്ന് പറയുന്നത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ എം മൈനസ് എയും, എം മൈനസ് എയിലെ എം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെയുള്ള മോഡുലോ ഇൻറ്റിജർ ആണ് കേട്ടോ. അപ്പോൾ എ എക്സ് സ്ക്വയർ കോൺഗ്രുവൻ്റ് 1 മോഡുലോ എം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ എം മൈനസ് എയും അതേ കോൺഗ്രുവൻ്റ് റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. മറ്റു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ഇൻവേർട്ടിബിൾ ഇൻറ്റിജേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് പറയുമ്പോൾ നമുക്കറിയാമല്ലോ എക്സ് സ്ക്വയർ കോൺഗ്രുവൻ്റ് 1 മോഡുലോ എം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇൻറ്റിജേഴ്സ് ആണല്ലോ സെൽഫ് ഇൻവേർട്ടിബിൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ എ സെൽഫ് ഇൻവേർട്ടിബിൾ ആണെങ്കിൽ എം മൈനസ് എയും സെൽഫ് ഇൻവേർട്ടിബിൾ ആണ് എന്നാണ് ഈ പ്രോബ്ലത്തിലെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളോട് പറയുന്നത്. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് കാണിക്കാൻ വളരെ ഈസിയാണ്. ഈ കോൺഗ്രുവൻ്റ് റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്ക്വയർ കോൺഗ്രുവൻ്റ് 1 മോഡുലോ എം എന്ന് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ എം മൈനസ് എയും ഇതേ കോൺഗ്രുവൻ്റ് റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് കാണിക്കാൻ എന്ത് ചെയ്താൽ മതി, എം മൈനസ് എയുടെ സ്ക്വയർ നോക്കിയാൽ മതി. സോ ജസ്റ്റ് എക്സ്പാൻഡ് സ്ക്വയർ ഓഫ് എം മൈനസ് എ ആൻഡ് സീ ദാറ്റ് ഇറ്റ് ഓൾസോ സാറ്റിസ്ഫൈ ദ സെയിം റിലേഷൻ കോൺഗ്രുവൻ്റ് 1 മോഡുലോ എം. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കുക, കിട്ടുന്നില്ലെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, see problem number 4. A statement is given. We are asked to prove or disprove the statement. Okay, so what is the statement? If the congruence x square congruent to 1 modulo m has exactly two solutions, then m is a prime. എക്സ് സ്ക്വയർ കോൺഗ്രുവൻ്റ് 1 മോഡുലോ എമ്മിന് രണ്ട് സൊല്യൂഷൻ മാത്രമാണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ മോഡുലോ ഇൻറ്റിജർ പ്രൈം ആണ്. അതാണ് സ്റ്റേറ്റ്മെൻറ്റ്. അത് ട്രൂ ആണെങ്കിൽ പ്രൂവ് ചെയ്യുക, അതിൻ്റെ പ്രൂഫ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. അത് ഫാൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ ഒരു കൗണ്ടർ എക്സാമ്പിൾ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, നമ്മൾ മുൻപേയുള്ള ഡിസ്കഷൻ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും. എനിവേ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, see the last problem in this segment. If x square congruent to 1 modulo p and x square congruent to 1 modulo q, where p and q are distinct primes, does it imply that x square congruent to 1 in modulo p into q? മോഡുലോ പിയിലും മോഡുലോ ക്യൂവിലും എക്സ് സ്ക്വയർ 1നോട് കോൺഗ്രുവൻ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് രണ്ട് മോഡുലോയിലും സെൽഫ് ഇൻവേർട്ടിബിൾ ആണ്. ഈ മോഡുലോ ഇൻറ്റിജേഴ്സ് രണ്ടുപേരും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പ്രൈം ഇൻറ്റിജേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ മോഡുലോയുടെ പ്രോഡക്റ്റ് മോഡുലോയിൽ പി ഇൻറ്റു ക്യൂ എന്ന് പറയുന്ന മോഡുലോയിൽ എക്സ് സ്ക്വയർ 1നോട് കോൺഗ്രുവൻ്റ് ആണോ എന്നുള്ളതാണ് നമ്മോട് ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ രണ്ട് കണ്ടീഷൻ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. എക്സ് സ്ക്വയർ 1നോട് കോൺഗ്രുവൻ്റ് ആണ് മോഡുലോ പിയിൽ. അപ്പോൾ പി കൊണ്ട് എക്സ് സ്ക്വയർ മൈനസ് 1നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ക്യൂ കൊണ്ടും എക്സ് സ്ക്വയർ മൈനസ് 1നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ പി ഇൻറ്റു ക്യൂ കൊണ്ട് എക്സ് സ്ക്വയർ മൈനസ് 1നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ മുൻപ് പ്രൈം നമ്പേഴ്സിൻ്റെ ഡിവിസിബിലിറ്റി റിലേഷൻസ് ഒക്കെ പഠിച്ചപ്പോൾ ഈ ഒരു കാര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അത് ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ വളരെ പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും. എനിവേ ട്രൈ ദ പ്രോബ്ലം. ഓക്കെ.